നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര വല്ലപ്പാടി കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിന് സമീപം വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര വല്ലപ്പാടി കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, തുടർന്ന് അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, മേളം, ഉച്ചപൂജ എന്നിവയുണ്ടായി. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 6:30 വരെ കാഴ്ചശീവേലി, പഞ്ചവാദ്യം, മേളം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട് എന്നിവയും നടന്നു. മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിന് സമീപം വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ശബരിമല ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് മടങ്ങുന്ന സംഘത്തിന്റെ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 5:30 പെരിങ്ങാംകുളത്തിന് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർ ഡ്രൈവർ കർണാടക സ്വദേശി സച്ചിനെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KSCB ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി, DCC സെക്രട്ടറിമാരായ K ജെയിംസ് പോൾ, PK ഭാസി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു S ചെറിയത്ത്, ഷാഹുൽ പണിക്കവീട്ടിൽ, ഫിൻസോ തങ്കച്ചൻ, ലീല സുബ്രഹ്മണ്യൻ, ജോണി പുല്ലൻ, തോമസ് ഐക്കണ്ണത്ത്, VA ആൻഡു, PV വേണു, ലീന ഡേവിസ്, CM തങ്കപ്പൻ, VL ജോൺസൺ, തോമസ് മാളിയേക്കൽ, KV ജയരാമൻ, ജോസ് മാനാടൻ, MK ഷൈൻ, ജെയ്ഫൻ മാനാടൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കന്മാരെ, പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലുടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ KSCBയുടെ മുന്നിൽ അതിശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ഗവൺമെൻറ് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് വൈദ്യുതിയുടെ ചാർജ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, ഇതിലും ഭേദം കുറവാ സംഘങ്ങളായിരുന്നു. ആ KPCCയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ചാലക്കുടിയുടെ പ്രിയങ്കരനായ MLA ശ്രീ സനീഷ് കുമാർ, നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ ഷാഹുലിക്ക. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയ കേന്ദ്രം പോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. ബെന്നി ബഹനാൻ MP ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർമാൻ എബി ജോർജ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും.
ബാങ്ക് പ്രസിഡന്റ് VL ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് 2 കോടി രൂപ ചെലവിൽ പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ചാലക്കുടിയിലെ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും സംബന്ധിക്കുന്നതാണ്. കേരള ബാങ്കിന്റെയും നബാർഡിന്റെയും സാമ്പത്തിക സഹകരണത്തോടെയാണ് പുതിയ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. കേരള ബാങ്ക് റീജിയണൽ മാനേജർ ഡോക്ടർ N. അനിൽകുമാർ ചടങ്ങിൽ വെച്ച് പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VL ജോൺസൺ, വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്ത്, സെക്രട്ടറി KP സാബിൻ, ആന്റോ മേലേപ്പുറം, റിൻഡോസ് കണ്ണമ്പുഴ, അബ്ദുൽ മജീദ് BA, ഷനിൽ കുത്തോട്ടുങ്ങക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വരുന്ന 19-ാം തീയതി 3:30 പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നതും പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അവർ മുഖ്യാതിഥിയായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ AP ജോർജ് സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് അധ്യക്ഷത വഹിച്ചു. പൂനിലർക്കാവ് ദേവസ്വം ഭരണസമിതി അംഗവും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമായ VS വത്സകുമാർ സജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കൊളായിൽ വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി വിജിൽ R. മേനോൻ, ട്രഷറർ അരുൺ പാലാഴി, PD അനൂപ്, സുരേഷ് ശിവരാമൻ എന്നിവർ സംസാരിച്ചു. കാരണം സജി അല്ലായിരുന്നു ഞങ്ങളെ കൂട്ടുകാരുടെ ശൃംഖലയിലുള്ള ആൾ. ബാബുവായിരുന്നു, ചേട്ടനും ആദ്യകാല രംഗത്ത് ബന്ധനം കലാകാരനായിരുന്നു. ഇതിൻ്റെ നോട്ടീസുകളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ അതൊരു പ്രസിദ്ധിയായിരുന്നു കൊടകരയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അനുസ്മരണത്തിൽ സ്വാഗത പ്രാസംഗികൻ ഉണ്ണി, ഞാൻ എൻ്റെ സ്വന്തം അനിയനെ, എനിക്ക് അനിയന്മാരില്ല, അപ്പോൾ ആ ഒരു ലാളിത്യത്തോടെ നോക്കിക്കണ്ടിരുന്ന, അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്തും സഹപ്രവർത്തകനും ഗുരുവും എല്ലാമായ കൊടകര സജി എന്ന വാദ്യകലാരംഗത്തെ വരദാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മാള കരിങ്ങോൾ ചിറ നമ്പൂരി മഠത്തിൽ വീട്ടിൽ റമീസിനാണ് വയറ്റിൽ കുത്തേറ്റത്. റമീസിനെയും ഭർത്താവ് നൌഷാദിനെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇരുവരും തമ്മിലുള്ള കുടുംബ വഴക്കാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് റമീസിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ബന്ധുക്കൾ മാള പോലീസിൽ നൌഷാദ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം അറിയിക്കുകയും തുടർന്ന് നൌഷാദിനെ അതേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം. വാൽപ്പാറയിൽ ചികിത്സയിലിരുന്ന തൊഴിലാളി മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന തൊഴിലാളി മരിച്ചു. 62 വയസ്സുള്ള ചന്ദ്രനാണ് കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 3 മണിയോടെ മരിച്ചത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചന്ദ്രനെ തട്ടുകയായിരുന്നു. കഴിഞ്ഞ 10-നായിരുന്നു ആക്രമണം. ചന്ദ്രൻ ഉൾപ്പെടെ 4 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര വല്ലപ്പാടി കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിന് സമീപം വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.